ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പൊ എങ്ങനെയാ CPO എക്സാമിന്റെ ഡേറ്റ് വന്നു, എക്സാം ഇത് അടുക്കാറായി. ഒരു 50 ദിവസത്തെ ഗ്യാപ്പാണ് നമുക്കിനി ഉള്ളത്. കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി ശരിയായ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാമിനെ ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പൊ എങ്ങനെയാ പഠിച്ചു തുടങ്ങുമല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഭാഗത്തായിട്ടൊരു സഹായം എന്നല്ല, നിങ്ങളെ കൂടി ഒരു പഠന രീതി എന്നുള്ള തരത്തിൽ നമ്മളൊരു ടോപ്പ് 300 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ 1 വീഡിയോയിലേക്ക് കടക്കാം. First question. The detention of a person cannot exceed dash unless an advisory board consisting of judges of a high court reports sufficient cause for extended detention. അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജ് അടക്കമുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റി മതിയായ കാരണം രേഖപ്പെടുത്താതെ ഒരു റിപ്പോർട്ട് തരാണ്ട് ഒരു പേഴ്സണെ നമുക്ക് ഇത്ര കാലത്തിൽ കൂടുതൽ ഡീറ്റൻഷൻ ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ ആ കാലയളവ് എത്രയാണ്? ഓപ്ഷൻസ് നോക്കിയാൽ 1 month, 3 months, 6 months, 2 months. അപ്പൊ നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 months ആണ് നമ്മളെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, the statement is mentioned in article 22(4) നമ്മളെ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജ് അടങ്ങുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി മതിയായ റിപ്പോർട്ട് കൊടുക്കാണ്ട് ഒരാളെ നമുക്ക് 3 മാസത്തിൽ കൂടുതൽ ഡീറ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റൂല. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 22(4) അപ്പൊ കൂടുതലായിട്ട് പറയുവാണെങ്കിൽ, the protection against arrest and detention in certain cases, അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോ പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ഷാൾ ബി ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി വിത്തൗട്ട് ബീങ് ഇൻഫോംഡ്. ഒരാളെ നമുക്ക് കസ്റ്റഡിയിൽ അയാളുടെ എന്നാ കാരണം എന്ന് പറയാതെ നമുക്ക് അയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല. അടുത്ത് നോക്കുകയാണെങ്കിൽ, എവരി പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ആൻഡ് ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഷാൾ ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 24 hours. അതായത് നമ്മൾ ഈ സിനിമയിലെല്ലാം കണ്ടിട്ടില്ല, നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്നാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇൻഡസ്ട്രി ലൊക്കേഷൻ ഈസ് കറക്റ്റ്? അയൺ ആൻഡ് സ്റ്റീൽ പ്ലാനറ്റ് ബിലായി, കോട്ടൺ ടെക്സ്റ്റൈൽ ലക്നൗ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൺലി 2, നെയ്തർ 1 or 2, ഓൺലി 1, ബോത്ത് 1 and 2. അപ്പൊ നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. അയൺ ആൻഡ് സ്റ്റീൽ പ്ലാനറ്റ് ബിലായിയും കോട്ടൺ ടെക്സ്റ്റൈൽ ലക്നൗ രണ്ടും കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് ബിലായി ഛത്തീസ്ഗഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽ ലക്നൌവിലുള്ളത് ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ സെഷൻ ഓഫ് ദ പാർലമെന്റ്? ഏത് ആർട്ടിക്കിൾ ആണ് സെഷൻ ഓഫ് ദ പാർലമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? അപ്പം ആർട്ടിക്കിൾ 85, 89, ആർട്ടിക്കിൾ 90, ആർട്ടിക്കിൾ 101. ആൻസർ ആർട്ടിക്കിൾ 85. ആർട്ടിക്കിൾ 85 സെഷൻ ഓഫ് ദ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് പറയുവാണെങ്കിൽ, ആർട്ടിക്കിൾ 79 to 122 in part 5 of the Indian Constitution deals with the procedures and powers of the parliament. ആർട്ടിക്കിൾ 79 to 122 പാർട്ട് 5 പെടുന്നത്. അപ്പൊ അത് എന്നാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർലമെന്റിന്റെ പ്രൊസീജിയേഴ്സും പവേഴ്സും അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പാർട്ട് 5 എന്ന് പറയുന്നത് യൂണിയനെ കുറിച്ചാണ് പാർട്ട് 5 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 89 നോക്കുകയാണെങ്കിൽ, ദ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് രാജ്യസഭയിലെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ചാണ് ആർട്ടിക്കിൾ 89 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 90 നോക്കുകയാണെങ്കിൽ, വെക്കേഷൻ ആൻഡ് റെസിഗ്നേഷൻ ഓഫ് ദ ആൻഡ് റിമൂവൽ ഫ്രം ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി ചെയർമാന്റെ വെക്കേഷൻ, റെസിഗ്നേഷൻ അതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 90 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 101 നോക്കുവാണെങ്കിൽ, വെക്കേഷൻ ഓഫ് സീറ്റ്സ്, അതാണ് ആർട്ടിക്കിൾ 101 പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് തബല? തബലയായിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത ആൾ ആരാണ് ഈ ഓപ്ഷനിൽ നിന്ന്? പൻലാൽ ഘോഷ്, റോണു മജുംദാർ, ദൊരൈസ്വാമി അയ്യങ്കാർ, അല്ലാ രഖാ ഖാൻ. ഈ ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം അല്ലാ രഖാ ഖാനാണ് തബലയായിട്ട് റിലേറ്റ് ചെയ്തത്. ബാക്കിയുള്ളതിൽ പൻലാൽ ഘോഷും റോണു മജുംദാറും ഫ്ലൂട്ടും, ദൊരൈസ്വാമി അയ്യങ്കാർ കർണാട്ടിക് സംഗീതവും, അദ്ദേഹം വീണയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വരുന്നത്.
ഇനി അല്ല രഖാ ഖാൻ വാസ് എ റിനോഡ് തബ്ല പ്ലെയർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. തബ്ല പ്ലെയർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. ഹിസ് നോട്ടബിൾ വർക്ക് ഈസ് രാഗമാല. രാഗമാല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക്. അതുപോലെ അദ്ദേഹത്തിന് 1977 പത്മശ്രീയും 1982 സംഗീത നാടക അക്കാദമിയും അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ അതിലൊരു ഓപ്ഷൻസ് ആണ് ദൊരൈസ്വാമി അയ്യങ്കാർ. അദ്ദേഹം ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് എക്സ്പോണന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ വീണയാണ്. അത് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പത്തിന് പറയും. സൗത്ത് ഇന്ത്യയിലെ ബ്രാഹ്മണന്മാര് പലരും അല്ല, നമ്മൾ സിനിമയെല്ലാം കണ്ടിട്ടുള്ള ബ്രാഹ്മണന്മാര് എല്ലാവരും പാട്ട് പഠിക്കും. അതുപോലെ അവരെ കയ്യിൽ വീണ ഉണ്ടാവും. അവർ വീണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ഈ പേര് കണക്ട് ചെയ്ത് നമുക്ക് അദ്ദേഹം ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്, അതുപോലെ അദ്ദേഹം വീണയാണ് അദ്ദേഹത്തിന്റെ ഇത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഇനി അവാർഡ് നോക്കുവാണെങ്കിൽ 1983 അദ്ദേഹത്തിന് പത്മഭൂഷണം, അതുപോലെ മദ്രാസ് മ്യൂസിക് അക്കാദമിന്റെ സംഗീത് കലാനിധി അവാർഡ് 1984 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുവാണെങ്കിൽ പൻലാൽ ഘോഷ്. പൻലാൽ ഘോഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് അക്നോളജ്ഡ് ആസ് ദ പൈനിയർ ഓഫ് ദ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഫ്ലൂട്ട് മ്യൂസിക്. അദ്ദേഹം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഫ്ലൂട്ട് മ്യൂസിക്കിന്റെ പൈനിയർ ആണ്. പിന്നെ ഹി വാസ് എ ഡിസിപ്പിൾ ഓഫ് ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ. ഉസ്താദ് അലാവുദ്ദീൻ ഖാനും ഭയങ്കര ഫേമസ് ആണ്. ഇനി ഹി വാസ് എ ഗ്രേറ്റ് കമ്പോസർ ആൻഡ് ക്രിയേറ്റഡ് ന്യൂ രാഗാസ് സച്ച് എസ് ചന്ദ്രമൗലി, ജയന്ത്, കുമാരി എക്സെട്ര. ഇതെല്ലാം ഇദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത പുതിയ രാഗങ്ങളാണ്. ഇനി പൻലാൽ ഘോഷ് ഫ്ലൂട്ടാന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് പോലെ പന കൊണ്ടാണ് നമ്മൾ ഫ്ലൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൻലാൽ ഘോഷ് ഫ്ലൂട്ടിന്റെ പ്രശസ്തനാണ്. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ രോണു മസുംദാർ. അദ്ദേഹം ഒരു ഇന്ത്യൻ ഫ്ലൂട്ടിസ്റ്റ് ആണ്. അതുപോലെ അദ്ദേഹത്തിന് 2014 സംഗീത നാടക അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് മൊറോക്കോൺ ട്രാവലർ കെയിം ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്? ഓപ്ഷൻസ് അബ്ദ് അൽ റസാഖ്, അൽ മസൂദി, സുലൈമാൻ അൽ താജിരി, ഇബുൻ ബത്തൂത്ത. നമ്മളെ ആൻസർ വരുന്നത് ഇബുൻ ബത്തൂത്തയാണ്. അദ്ദേഹമാണ് മൊറോക്കൻ ട്രാവലർ. അപ്പൊ ഇത് പഠിക്കാനൊരു എളുപ്പത്തിന് മുഹമ്മദ് ബിൻ തുഗ്ലക്, അപ്പൊ ഈ ബിന്നും കൂട്ടിയിട്ട് നമുക്ക് ഒരു കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ മൊറോക്കൻ ട്രാവലറാണ് ഇബുൻ ബത്തൂത്ത. അപ്പൊ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു എളുപ്പത്തിന് പഠിക്കാം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നോക്കുവാണെങ്കിൽ ഇബിൻ ബത്തൂത്ത വാസ് എ മൊറോക്കൻ എക്സ്പ്ലോറർ ആൻഡ് സ്കോളർ. His famous literary work is Rehala, which records magnified data about Sultanate India. അദ്ദേഹത്തിന്റെ രഹല എന്ന് പറഞ്ഞ വർക്കിൽ സുൽത്താനേറ്റ് ഇന്ത്യയെ കുറിച്ചാണ് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണ്. അബ്ദ് അൽ റസാഖ്, ഹി വാസ് എ പേർഷ്യൻ അംബാസിഡർ ഹു വിസിറ്റഡ് ഇൻ ദ ഇയർ ഓഫ് 1443. 1443 അബ്ദ് അൽ റസാഖ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പേർഷ്യൻ അംബാസിഡർ ആണ്. അതുപോലെ ഹി വിസിറ്റഡ് വിജയനഗര എംപയർ ഇൻ ദ റെയിൻ ഓഫ് ദേവരായ സെക്കൻഡ് ആസ് എൻ അംബാസിഡർ ഓഫ് ഷാരൂഖ്, ദ റൂളർ ഓഫ് ദ തിമുറിഡ് ഡൈനാസ്റ്റി ഓഫ് പേർഷ്യ. പേർഷ്യയിലെ തിമുറിഡ് ഡൈനാസ്റ്റിയിലെ ഷാരൂഖ് എന്ന റൂളറിന്റെ അംബാസിഡർ ആയിട്ടാണ് അദ്ദേഹം വിജയനഗര എംപയർ വിസിറ്റ് ചെയ്തത്. ആ സമയത്ത് വിജയനഗര എംപയറിലെ റൂളർ എന്ന് പറയുന്നത് ദേവരായ സെക്കൻഡ് ആണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ അൽ മസൂദി എന്ന് പറഞ്ഞാൽ ഹി വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ 10th century. ഹി വാസ് ബോൺ ഇൻ ബാഗ്ദാദ്. ബാഗ്ദാദിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ അദ്ദേഹം 10ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ഇനി ഹി ട്രാവൽ ടു ദ ഇൻഡസ് വാലി ആൻഡ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ. അദ്ദേഹം ഇൻഡസ് വാലിയാണ് മെയിൻ ആയിട്ട് സന്ദർശിച്ചിട്ടുള്ളത്. ഇനി സുലൈമാൻ അൽ താജിരി, ഹി വാസ് എൻ ഇറാനിയൻ മെർച്ചന്റ്, ട്രാവലർ ആൻഡ് റൈറ്റർ ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ ദ 9th century. നമ്മൾ നേരത്തെ പറഞ്ഞ അൽ മസൂദി 10ാം സെഞ്ചുറിയിലും സുലൈമാൻ അൽ താജിരി 9ാമത്തെ സെഞ്ചുറിയിലുമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഹി വിസിറ്റഡ് ബംഗാൾ ഡ്യൂറിംഗ് പാൽ എംപയർ ആൻഡ് റിഫേർഡ് ടു ഇറ്റ് ആസ് റുഹ്മ. അദ്ദേഹം പാൽ എംപയറിന്റെ കാലഘട്ടത്തിൽ ബംഗാൾ വിസിറ്റ് ചെയ്തു. അതുപോലെ അതിന് റുഹ്മ എന്ന് വിശേഷിപ്പിച്ചു. ഇനി നമ്മുടെ വരാന്ത റേസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഈ വരാന്ത റേസിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ആ ക്ലാസ് കുറച്ച് കഴിയുമ്പോൾ
ബേസിക് സർക്കിൾസ് മുന്നോട്ട് പോകും. ഈ ബേസിക് സർക്കിൾസിൽ 5 or 6 ആളുകളുടെ ഗ്രൂപ്പായിട്ട് തരംതിരിച്ച് ആ ഗ്രൂപ്പിൽ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അവർക്ക് മെന്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ബേസിക് സർക്കിൾ കഴിയുന്നതോടുകൂടി ഒരു CGL ടയർ 1 ലെവലിൽ ഒരു മോക്ക് എക്സാം വെച്ച് അതിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന കുട്ടികളെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് കടത്തിവിടും. ഈ എക്സ്ട്രീം സർക്കിൾസ് എന്ന് പറയുമ്പോൾ അതിലും ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും ഇവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക. അവിടെയും മെന്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അവർക്ക് തരുന്ന മെറ്റീരിയൽ കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും, മെയിൻസ് ലെവൽ മെറ്റീരിയൽ ആയിരിക്കും ഇവർക്ക് പഠിക്കാൻ കൊടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ച് വരുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് സൂപ്പർ ബാച്ച് വരുന്നത്. ഇപ്പൊ നമുക്കിവിടെ CPOയുടെ സൂപ്പർ ബാച്ച് ഇപ്പൊ അടുത്ത് തുടങ്ങുന്നതായിരിക്കും. ഇനി അടുത്തതാണ് റിപ്പ്. റിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു, നമ്മളെ ഓൺലൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ എക്സാംസ് വെച്ച് അതിനെ കണ്ടിന്യൂസ് സ്പീഡ് കൂട്ടി കൺസിസ്റ്റൻസി വരുത്താനാണ് റിപ്പ് സെക്ഷൻ സഹായിക്കുന്നത്. അടുത്തതാണ് മോക്ക് ഇന്റർവ്യൂ. എക്സാം എല്ലാം ക്ലിയർ ചെയ്തു, ഇന്റർവ്യൂ കാത്തു നിൽക്കുന്നവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള പാനൽ വെച്ച് ആ അറ്റ്മോസ്ഫിയറിൽ ഒരു മോക്ക് ഇന്റർവ്യൂ കൊടുത്ത് അവരെ എക്സ്പീരിയൻസ്ഡ് ആക്കുമായിരുന്നു മോക്ക് ഇന്റർവ്യൂ എന്ന സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇവിടെ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ബാച്ച് ഉണ്ട്. ഓഫ്ലൈൻ ബാച്ച് നോക്കുവാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ബാച്ച് ഉണ്ട്, സാറ്റർഡേ സൺഡേ ബാച്ച് ഉണ്ട്. അത് നോക്കിയിട്ടും ഓൺലൈൻ ബാച്ചിനും വേണ്ടി നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തത് 6th ക്വസ്റ്റ്യൻ. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇസ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ബഗോരിയ അസോസിയേറ്റഡ്? ഏത് സ്റ്റേറ്റ്സിനെ അസോസിയേറ്റ് ആണ് ബഗോരിയ ഡാൻസ് ഉള്ളത്? ബഗോരിയ ഒരു ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. നമ്മൾ ആൻസർ മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിനെ അസോസിയേറ്റ് ചെയ്താണ് നമുക്ക് ബഗോരിയ ഡാൻസ് വരുന്നത്. അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ബഗോരിയ ഫെസ്റ്റിവൽ ഈസ് മെയിൻലി സെലിബ്രേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ നിമർ ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ വെസ്റ്റേൺ നിമറിലാണ് ഈ ബഗോരിയ ഡാൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് മെയിൻലി സെലിബ്രേറ്റഡ് ബൈ ദ ബിൽ ഗ്രൂപ്പ്. നമുക്കറിയാം ബഗോരിയ ഡാൻസ് ബിൽ ട്രൈബ് ആ ഒരു ബാ വെച്ച് നമുക്ക് ഇത് രണ്ടും കണക്ട് ചെയ്തെടുക്കാം. ഇനി ഇറ്റ് ഈസ് എൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. ഇതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ഇനി മധ്യപ്രദേശിലെ തന്നെ ബാക്കിയുള്ള ഫോക്ക് ഡാൻസ് നോക്കുവാണെങ്കിൽ ജാവര, തേർത്താലി, ബഗോരിയ, മട്കി, ലഹങ്കി, സുവ, കർമ്മ ഡാൻസ്. ഇതിങ്ങനെ പഠിച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്കൊരു കോഡ് പഠിച്ചാലോ? ഇത് പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് നോക്കാം. ഇനി നോക്കുവാണെങ്കിൽ സുവയും തേർത്താലിയും കൂടി ലഹങ്കയിട്ട് ജാവര ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ അവരെ കർമ്മത്തിന്റെ ഫലമായിട്ട് അവരെ മട്കി കടിച്ചു. ആ മട്കി കടിച്ചേരം അവര് ബാഗ് ഊരി ഓടി. അതാ കോഡ്. അതായത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ സുവയും തേർത്താലിയും ലഹങ്കയിട്ട് ജാവര ഡാൻസ് കളിക്കുമായിരുന്നു. ആ സമയത്ത് അവരെ കർമ്മത്തിന്റെ ഫലമായിട്ട് അവരെ മട്കി കടിച്ചു. മട്കി കടിച്ചപ്പോൾ അവര് ബാഗ് ഊരി ഓടി. ഇതാണ് മധ്യപ്രദേശിനുള്ള കോഡ്. ഇത് പഠിക്കാൻ എളുപ്പം വേണ്ടവർ മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഫോക്ക് ഡാൻസ് നോക്കാം. ഇപ്പൊ ഓപ്ഷനിൽ അടുത്ത വന്നാണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിൽ ബ്രിട്ട, ഗംഭീര, കീർത്തൻ, കുഷാൻ, അൽകാപ്പ്, കത്തി, ദാലി, കീർത്തൻ. ഇതൊക്കെയാണ് വെസ്റ്റ് ബംഗാളിന്റെ ഫോക്ക് ഡാൻസ് വരുന്നത്. അപ്പൊ വെസ്റ്റ് ബംഗാളിന് ഒരു കോഡ് ഇട്ടാലോ? ബംഗാളി ഉണ്ടാക്കിയ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, ഗംഭീര എന്ന് പറഞ്ഞ് കീർത്തനൊക്കെ പാടി ഖുഷിയായിട്ട് കയ്യിലൊരു കാപ്പൊക്കെ ഇട്ട് കത്തിയൊക്കെ പിടിച്ച് താലി പൊട്ടിക്കാൻ കീർത്തൻ നടക്കുവാണ്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ബംഗാളി ഉണ്ടാക്കിയ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഗംഭീരാണെന്നൊക്കെ പറഞ്ഞ് കീർത്തനൊക്കെ പാടി ഖുഷിയായിട്ട് സന്തോഷമായിട്ട് കയ്യിലൊരു കാപ്പൊക്കെ ഇട്ട് കത്തിയും പിടിച്ച് താലി പൊട്ടിക്കാനായിട്ട് കീർത്തൻ നടക്കുവാണ്. അതാണ് വെസ്റ്റ് ബംഗാളിന് വരുന്ന ഫോക്ക് ഡാൻസിന്റെ കോഡ്. ഇനി ബീഹാറിന് നോക്കുവാണെങ്കിൽ ജദാജദിൻ, ബക്കോ ബക്കെ, പാൻവരിയ. ഇതൊക്കെയാണ് ബീഹാറിൽ വരുന്ന ഫോക്ക് ഡാൻസ്. ബീഹാറിനൊരു ഇത് കോഡ് കൊടുത്താലോ? നമ്മൾ പലരും ഡോറ ബുജിയിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചൊരു കോഡ് നോക്കുവാണെങ്കിൽ ജഡ കെട്ടിയ ജദിനെ ബാഹറിൽ ബക്ക ബക്ക ജീവിയെ കാണാനും പാനിപൂരി തിന്നാനും വരുന്നോ? അപ്പൊ ഈ കോഡ് നോക്കുവാണെങ്കിൽ ജഡ കെട്ടിയ ജദിനെ ബാഹറിൽ ബക്ക ബക്ക ജീവിയെ കാണാനും പാനിപൂരി തിന്നാനും വരുന്നോ? ഇതാണ് ബീഹാറിന് വരുന്ന കോഡ്. ഇനി ഉത്തർപ്രദേശ് നോക്കുവാണെങ്കിൽ നൗട്ടൻകി, രാസ്ലീല,
ഖജരി, ജോറ, ചപ്പേലി, ചോലിയ ഡാൻസ്. ഇതൊക്കെയാണ് ഉത്തർപ്രദേശിന്റെ വരുന്നത്. ഇനി ഉത്തർപ്രദേശിന് ഒരു കോഡ് ഇടുവാണെങ്കിൽ നോട്ടി കജരി ചപ്പാത്തി ഒക്കെ തിന്ന് രാസലീല കാണുമായിരുന്നു. അപ്പൊ കജരി ചോലിയനോട് പറഞ്ഞു സംഗതി ജോറ. അപ്പൊ ഒന്നും കൂടി നോക്കുവാണെങ്കിൽ നോട്ടി കജരി, ഒരു മിനിറ്റ്, ഉത്തർപ്രദേശ് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഉത്തരത്തിലിരുന്ന് നോട്ടി കജരി ചപ്പാത്തിയൊക്കെ തിന്ന് രാസലീല കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ആരോട്? ചോലിയനോട് പറഞ്ഞു സംഗതി ജോറ. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാം. ഇത് നമുക്ക് അടുത്ത നോക്കുവാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലണ്ടൻ ഫോഴ്സ്? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സസ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, ഡൈപോൾ ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ട് ഫോഴ്സ്. നമ്മൾ ആൻസർ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. ഇനി അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വാൻഡർവാൾ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എമംഗ് ദ വാൻഡർവാൾ ഫോഴ്സ്. അതായത് ഈ ലണ്ടൻ ഫോഴ്സ് അഥവാ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വാൻഡർവാൾ ഫോഴ്സ് ആണ്. അതുപോലെ അതൊരു ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ആണ്. ഈ വാൻഡർവാൾ ഫോഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഇത് ലണ്ടൻ ഫോഴ്സ്. ഇനി വാൻഡർവാൾ ഫോഴ്സ് എന്നാ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ എ പുൾ ബിറ്റ്വീൻ ദം. ദ മോളിക്യൂൾ ഡു നോട്ട് കണ്ടെയ്ൻ എനി ചാർജ്. ഇതിലെ മോളിക്യൂൾസിന് ചാർജും ഇല്ല, അതുപോലെ അതൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കുക, ഒരു പുൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ആറ്റംസും മോളിക്യൂൾസിനും ഇടക്ക്. ഇനി ഇതിന്റെ ടൈപ്സ് നോക്കുവാണെങ്കിൽ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, ഹൈഡ്രജൻ ബോണ്ട്. ഇതൊക്കെയാണ് വാൻഡർവാൾ ഫോഴ്സിന്റെ ടൈപ്സ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ 8. വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ഷാസുക്മൈൻസിയം അസോസിയേറ്റഡ്? ഏത് സ്റ്റേറ്റുമായിട്ടാണ് ഷാസുക്മൈൻസിയം അസോസിയേറ്റ് ഉള്ളത്? നമ്മൾ ആൻസർ നോക്കുവാണെങ്കിൽ മേഘാലയ, ആസാം, ഒഡീഷ, ഗോവ. കറക്റ്റ് ആൻസർ വരുന്നത് മേഘാലയ ആണ്. അതിന്റെ നോക്കുവാണെങ്കിൽ ഷാസുക്മൈൻസിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ഓഫ് ദ ഖാഷി ട്രൈബ്. ഖാഷി ട്രൈബാണ് ഷാസുക്മൈൻസിയം കളിച്ചു വരുന്ന ട്രൈബ്. അതുപോലെ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ഏപ്രിൽ എവറി ഇയർ ഫോർ താങ്ക്സ് ഗിവിംഗ് മദർ ഓഫ് നേച്ചർ ഫോർ എ ഗുഡ് ഹാർവെസ്റ്റ് ആൻഡ് ഫോർ ദ ഫ്രഷ് സോയിങ് സീഡ്സ്. ഇത് എല്ലാ വർഷവും ഏപ്രിലാണ് ഈ സെലിബ്രേഷൻ കൊണ്ടാടി വരുന്നത്. അതുപോലെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല ഹാർവെസ്റ്റും അതുപോലെ വിതയ്ക്കാനുള്ള നല്ല സീഡ്സ് കിട്ടുന്നതിൻ്റെയും നന്ദി സൂചകമായിട്ടും ഭൂമി ദേവിക്കുള്ള ഒരു ആദരവായിട്ടാണ് ഇവർ ഈ ആഘോഷം കൊണ്ടാടുന്നത്. ഇനി ദിസ് ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി സെലിബ്രേഷൻ ഓഫ് മൂവ്സ് ഓൾസോ നോൺ ആസ് ദ മൂവ് ഓഫ് ചിയർഫുൾ ഹേർട്സ്. ഇത് ഈ ഡാൻസിൽ വെച്ചാൽ അധികം എക്സ്ട്രാ ഓർഡിനറി മൂവ്സ് വരുന്നുണ്ട്. ഇനി ഇപ്പം നമ്മൾ മേഘാലയന്റെ ഡാൻസ് ആണ് ഷാസുക്മൈൻസി എന്ന് പറഞ്ഞു. അതിലിനി ബാക്കി വരുന്ന ഫോക്ക് ഡാൻസ് ഏതെല്ലാം നോക്കിയാൽ ബഹദിൻ കാലം, ഡോങ്ഗ്രേ, വങ്കല, ലാഹോ, ദോദ്രൂസുവ, ഷാസുക്മൈൻസിയം, ദോർസേക്കട്ട. ഇതിനൊരു കോഡ് നമുക്ക് പഠിച്ചാലോ? ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് ദോദ്രൂസുവ എന്ന് പറഞ്ഞൊരു സ്ത്രീ കുറെ കാലത്തിന് ശേഷം ബഹദിൻ കാൽസെ ഷാദിയുടെ സുഖം മനസ്സിൽ വെച്ച് ഡോർസേക്കട്ട, ഡോർ അങ്ങ് തുറന്നു. അപ്പൊ മുന്നിലുള്ള വെങ്കല പാത്രത്തില് ലഡുവും നൊങ്കും ഇരിക്കുന്നു. നമ്മൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ദോദ്രൂസുവ എന്ന് പറഞ്ഞ സ്ത്രീ പുറത്തെവിടെയോ പോയിട്ടാണ്. ദോദ്രൂസുവ കുറെ കാലത്തിന് ശേഷം ബഹദിൻ കാൽസെ ബഹദിൻ കാൽസെ ഇവിടെ നാട്ടിൽ വന്നു. അപ്പൊ ഷാദിയുടെ സുഖം മനസ്സിൽ വെച്ച് അവർ ഡോർസേക്കട്ട, ഡോറ് തുറന്നു. അപ്പൊ ഡോറിന്റെ മുന്നിൽ വെച്ച വെങ്കല പാത്രത്തിൽ ലഡുവും നൊങ്കും ഇരിക്കുന്നു. അത് വെച്ച് നമുക്ക് ഇതിനെ പഠിച്ചെടുക്കാം. അടുത്ത നോക്കുവാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഫോക്ക് ഡാൻസ് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസിൽ വരുന്നതാണ് ആസാം, ഒഡീഷ, ഗോവ. ഇനി ആസാം നോക്കുവാണെങ്കിൽ ആസാമിലെ ബിഹു, ജുമർ, ബാഗുറുംബ, ദിയോധനി, സട്രിയ, ബോട്ടൽ നൃത്യ. ഇതൊക്കെയാണ് ആസാമിലെ ഫോക്ക് ഡാൻസ് വരുന്നത്. അപ്പൊ അതിനൊരു കോഡ് നോക്കുവാണെങ്കിൽ ആസാമിലെ ധനികനായ ബിജു സട്രിയ ചേച്ചിയെ കാണാൻ ബാഗ് വിട്ട് ബോട്ടിലും പിടിച്ച് ചുമരുകേരി. അപ്പൊ ആസാമിന്റെ കോഡ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആസാമിലെ ധനികനായ ബിജു സട്രിയ ചേച്ചിയെ കാണാൻ ബാഗ് വിട്ട് ബോട്ടിലും പിടിച്ച് ചുമരുകേരി. അതാണ് ആസാമിന്റെ കോഡ് വരുന്നത്. ഇനി ഒഡീഷ നോക്കുവാണെങ്കിൽ പൈഗ, ചാവു നാച്ച,
ഗുമുര, ബാഗ, ധൻഗോട്ടിപ്പുവ, കർമ്മ, കെയ്സാബഡി, ദസ്കത്തിയ. ഇതൊക്കെയാണ് ഒഡീഷയിലെ വരുന്നത്. നമ്മൾ ഇത്രയും കോഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾക്ക് വല്ല കോഡും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് നമ്മളെ അറിയിക്കുക. ഇനി അടുത്ത സ്റ്റേറ്റ് നോക്കുവാണെങ്കിൽ ഗോവ. ഗോവക്ക് വരുന്നതാണെങ്കിൽ ഫുഗഡി, മണ്ടു, ദങ്കർ, ലാംബ്, ഷിക്മോ, ദേക്കിനി. ഇനി ഇതിന്റെ ഗോവക്ക് ഒരു കോഡ് പറയുകയാണെങ്കിൽ ഗോവയിലുള്ളതെല്ലാം മണ്ടന്മാരാണ്. അവര് ബിക്കിനി തൊട്ട് ഹങ്കർ വന്നപ്പോൾ ഷിക്മമ്മ പാട്ടും പാടി ലാമ്പിന്റെ അടിയിൽ ഫുഡ് അടിക്കാനിരുന്നു. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഗോവയിലുള്ളവര് മണ്ടന്മാരാണ്. അപ്പൊ അവര് ബിക്കിനി തൊട്ട് ഹങ്കർ വന്നപ്പോ ലാമ്പിന്റെ അടിയിൽ ഷിക്മമ്മ പാട്ടും പാടി ഫുഡ് അടിക്കാനിരുന്നു. അതാണ് ഗോവക്ക് വരുന്ന കോഡ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫ്യൂസ് വയർ? It has low melting point and low conductivity. It has high melting point and low conductivity. It has low melting point and high conductivity. It has high melting point and high conductivity. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഇറ്റ് ഹാസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ കണ്ടക്ടിവിറ്റി. അത് പെട്ടെന്ന് മെൽറ്റ് ആയി പോയും നല്ല കണ്ടക്ടിവിറ്റിയും ഫ്യൂസ് വയറിനുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു എൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇറ്റ് വിൽ നോട്ട് അലോ എക്സസ് ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ഇറ്റ്. അത് അധികമായിട്ട് വരുന്ന കറണ്ടിനെ ഇപ്പം സർക്യൂട്ടിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാണ്ട് സഹായിക്കും. അതുപോലെ when the current exceed its limits, the fuse wire gets heated, melts and breaks the circuit. അത് അധികമായിട്ടുള്ള കറണ്ട് വരുവാണെങ്കിൽ അത് വയറിനെ മെൽറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കറണ്ടിനെ അങ്ങോട്ട് കടത്തി വിടാതെ സഹായിക്കും. ഇനി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഇതൊരു അലോയ് ആണ്. ടിന്നിനെ കൊണ്ടും ലെഡിനെ കൊണ്ടും ഉണ്ടാക്കിയ അലോയ് കൊണ്ടാണ് ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത നോക്കുവാണെങ്കിൽ ഇൻ വിച്ച് ഇയർ വാസ് ദ ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ്ഡ്? നമ്മളെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 2019, 2020, 2021, 2022. നമ്മളെ ആൻസർ 2019 ആണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ 169 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ പ്രൊവിഷൻ ഫോർ ദ ക്രിയേഷൻ ഓർ അബോളിഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ആർട്ടിക്കിൾ 129 പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ക്രിയേഷനോ അബോളിഷനോ കുറിച്ചാണ് ആർട്ടിക്കിൾ 129 പറയുന്നത്. ഇനി ദ ആക്ഷൻ വാസ് ടേക്കൺ പ്ലേസ് ആഫ്റ്റർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല്. ഈ ആക്ഷൻ നമ്മൾ കൈകൊണ്ടത് ഈ 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് വന്നതിന് ശേഷമാണ്. ഇനി ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബിൽ 2019 എന്താണെന്ന് വെച്ചാൽ ദ ബിൽ റെക്കഗ്നൈസ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻ ടു ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക്. അത് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്നുള്ള യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നതിനെ കുറിച്ചാണ് ആ ബില്ലിൽ പറയുന്നത്. അതുപോലെ ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ കെയിം ഇൻ ടു ബീയിങ് ഇൻ 1957. സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 10 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കുവാണെങ്കിൽ the detention of a person cannot exceed dash unless an advisory board consisting of judges of a high court reports sufficient cause for extended detention. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 months ആണ്. അതായത് ഒരു അഡ്വൈസറി ബോഡി, ഒരു ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ് അടങ്ങുന്ന അഡ്വൈസറി ബോഡി മതിയായ കാരണം കൊണ്ട് റിപ്പോർട്ട് തരാത്ത പക്ഷം നമുക്ക് ഒരാളെ 3 മാസത്തിൽ കൂടുതൽ ഡീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. അടുത്ത് നോക്കുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇൻഡസ്ട്രി ലൊക്കേഷൻ ഈസ് കറക്റ്റ്? അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ബിലായ്, കോട്ടൺ ടെക്സ്റ്റൈൽ ലക്നൗ. അത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ സെഷൻ ഓഫ് ദ പാർലമെന്റ്? ആർട്ടിക്കിൾ 85. ആർട്ടിക്കിൾ 85 ആണ് സെഷൻ ഓഫ് ദ പാർലമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ തബല? അല്ലാ രഖ ഖാനാണ് തബലയായിട്ട് റിലേറ്റ് ചെയ്തത്. പൻലാൽ ഘോഷും റോണു മജുംദാറും ഫ്ലൂട്ടിസ്റ്റ് ആണ്. അതുപോലെ ദൊരൈസ്വാമി അയ്യങ്കാർ കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ വീണയാണ്. ഇനി ബാക്കി 5ാമത്തെ നോക്കുവാണ്. Who among the following Moroccan traveler came to India during the reign of Muhammad bin Tughlaq? ആൻസർ ഇബിൻ ബത്തൂത്തിയാണ്. നമ്മൾ പറഞ്ഞു ബിൻ കണക്ട് ചെയ്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഇബിൻ ബത്തൂത്തിയാണ് മൊറോക്കൻ ട്രാവലർ വിസിറ്റ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ഭഗോരിയ അസോസിയേറ്റഡ്? ഭഗോരിയ മധ്യപ്രദേശിലെ ഡാൻസ് ആണ് ഭഗോരിയ. ഇനി
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലണ്ടൻ ഫോഴ്സ്? ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് നമ്മൾ ലണ്ടൻ ഫോഴ്സ് എന്നും അറിയപ്പെടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ഷാത്സുക് മൈൻസിയം അസോസിയേറ്റഡ്? മേഘാലയ ആയിട്ടാണ് ഷാത്സുക് മൈൻസിയം അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഫ്യൂസ് വയർ? ഇറ്റ് ഹാസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ കണ്ടക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദ ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ്ഡ്? 2019. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻ പറഞ്ഞു, 10 ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സ് പറഞ്ഞു. ഇനിയിപ്പം വരും ദിവസങ്ങളിലും നമ്മൾ 10 ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ട്സും വെച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് കാണുക. എക്സാം വരുന്നവരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് അവരെയും കൂടി സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.